മൻമോഹൻ സിംഗിനെ അനുസ്മരിച്ച് പ്രമുഖർ. ഞാൻ ആദ്യമായി പാർലമെൻറ്റിലെത്തുന്നത് 8ാം ലോക്സഭയിലെ അംഗമെന്ന നിലയിൽ 84. അന്ന് അദ്ദേഹം റിസർവ് ബാങ്ക് ഗവർണറാണ് ഡോക്ടർ മൻമോഹൻ സിംഗ്. ഞാൻ പാർലമെൻറ്റിൻ്റെ ഫൈനാൻസ് കമ്മിറ്റി അംഗമെന്ന നിലയിൽ പലപ്പോഴും റിസർവ് ബാങ്ക് ഗവർണറായിട്ടും ഫൈനാൻസ് മിനിസ്റ്ററായിട്ടും സെക്രട്ടറി ആയിട്ടൊക്കെ സംസാരിക്കേണ്ടി വന്നിട്ടുണ്ട്. അവിടെ വെച്ചാണ് പരിചയം തുടങ്ങുന്നത്. നരസിംഹ ഗവൺമെൻറ്റിലെ ഫൈനാൻസ് മിനിസ്റ്ററായി. അദ്ദേഹം ഫൈനാൻസ് മിനിസ്റ്ററാവുന്ന കാലത്തിൽ ഒരു വിസ്പറിംഗ് ക്യാമ്പയിൻ ഉണ്ടായിരുന്നു. കാരണം അദ്ദേഹം ഒരു പുതിയ എക്കണോമിക് പോളിസി, ലിബറലൈസേഷൻ്റെ ആളായിരുന്നു. അതുവരെയും ഡൽഹി എന്ന് പറയുന്നത് ലൈസൻസാണ്, എല്ലാ കാര്യത്തിലും ലൈസൻസ് എടുക്കണം. അത് മാറി ലിബറലൈസേഷനിലേക്ക് വന്നു. അദ്ദേഹത്തിൻ്റെ ആ നിലപാട് പിന്നീട് ഇന്ത്യൻ എക്കോണമിയെ വളരെ മാറ്റമുണ്ടാക്കി. പിന്നീട് അദ്ദേഹവുമായൊരു വ്യക്തിബന്ധം, ഒരു കുടുംബാംഗം പോലെ ഞാൻ വീട്ടിൽ പോകും. അദ്ദേഹത്തിൻ്റെ ഭാര്യ കൗറുമായിട്ട് സംസാരിക്കുമായിരുന്നു. അത് അധികാരം പോയതിനു ശേഷം അദ്ദേഹത്തിൻ്റെ അടുത്ത് പോകുമായിരുന്നു. അദ്ദേഹം ഒരു തുറന്ന മനസ്സിൻ്റെ ആളാണ്. അഭിപ്രായങ്ങൾ ആരോടും തുറന്നു പറയും. പക്ഷേ ഡിസിപ്ലിൻഡ് കോൺഗ്രസ്സുകാരനാണ്. मेरे ख्याल में देश के पहले प्रधानमंत्री थे जो इकोनॉमिस्ट, और उनकी छाप पूरी दुनिया में पड़ी. उनके इकोनॉमिक लिबरलाइजेशन के लिए, जिससे हिंदुस्तान का इकोनॉमिक नक्शा ही बदल गया. आज उनके क्रिटिक भी उनकी तारीफ़ करते. हमें दोनों को इकट्ठे काम करने का मौका एज कुलीग भी मिला. 91 से 96 तक नरसिम्हा राव जी की गवर्नमेंट में हम दोनों कैबिनेट मिनिस्टर थे. वो फाइनेंस मिनिस्टर थे, मैं सिविल एविएशन, टूरिज्म और पार्लियामेंट्री अफेयर्स मिनिस्टर था. It is the biggest loss for the country. Dr. Manmohan Singh, 10 years rule has changed the face of India, and his economic reforms and liberalization has given an opportunity for Indians India to become more stronger and stronger. I condole his death. I think that tomorrow programs will cancel. He was a great prime minister who served the nation as prime minister, finance minister. He was somebody who was a visionary, who did a great deal for the country. And we are all cancelling the very elaborate programs planned here and rushing back to Delhi, most of us. I think it will be cancelled. I mean, it's not for me to announce. The government of Karnataka will announce. But for me, I have to get back now and see. I remember him as a wonderful man, a good leader, a compassionate individual, a great visionary. വളരെ സൗമ്യൻ ആയ ഒരു പ്രധാനമന്ത്രി. പാർലമെൻറ്റിൽ അദ്ദേഹം പതിവായി വരുമായിരുന്നു. ഏത് ചോദ്യം ഉന്നയിച്ചാലും അതിന് ഉത്തരം നൽകുമായിരുന്നു. കാര്യവിവരമുള്ള, അന്നത്തെ കാലത്ത് ഞങ്ങൾ പലരും പറയുമായിരുന്നു, ലോകത്തിലെ തന്നെ ഏറ്റവും ഉയർന്ന വിദ്യാഭ്യാസ യോഗ്യതയുള്ള അല്ലെങ്കിൽ വിഷയത്തെക്കുറിച്ച് നല്ല ധാരണയുള്ള ഒരു പ്രധാനമന്ത്രി എന്ന് പറയുമായിരുന്നു. അതുകൊണ്ട് നമുക്ക് അദ്ദേഹത്തോട് വിയോജിക്കാം, എതിർക്കാം, അദ്ദേഹത്തിൻ്റെ നയങ്ങൾ തെറ്റായിരുന്നു എന്ന് പറയാം. പക്ഷേ മൻമോഹൻ സിംഗിൻ്റെ സാമ്പത്തിക നയങ്ങൾ, പ്രധാനമന്ത്രി എന്നതിനേക്കാൾ ഉപരിയായി അദ്ദേഹം ധനമന്ത്രിയായിരുന്ന കാലത്ത് സ്വീകരിച്ച നിലപാടുകൾ, അത് ഇന്ത്യയുടെ ഗതി മാറ്റിയ അല്ലെങ്കിൽ ഗതി നിർണയിച്ച വളരെ ദീർഘവീക്ഷണത്തോടെയുള്ള നടപടികളായിരുന്നു എന്ന് പറയേണ്ടി വരും. സംശുദ്ധ രാഷ്ട്രീയത്തിൻ്റെ ഒരു മുഖമായിരുന്നു ശ്രീ മൻമോഹൻ സിംഗ്. ഇന്ത്യയെ ദേശീയ രാഷ്ട്രീയത്തെ വാനോളം ഉയർത്തുന്നതിന് വേണ്ടി അദ്ദേഹം എത്തിച്ചിട്ടുണ്ട്. സാമ്പത്തിക ക്ലേശം കൊണ്ട് ഇന്ത്യ ശോഷിക്കുന്ന അന്തരീക്ഷം വന്നപ്പോൾ സാമ്പത്തിക പരിഷ്കരണത്തിലൂടെ രാജ്യത്തെ രക്ഷിക്കുന്നതിന് വേണ്ടി അദ്ദേഹത്തിന് കഴിഞ്ഞു. ജനാധിപത്യത്തെ പിടിച്ചു കുലുക്കുന്നതിന് വേണ്ടിയുള്ള സന്ദർഭങ്ങളിലെല്ലാം ജനാധിപത്യത്തിന്റെ വളർച്ചയ്ക്കും ഉയർച്ചയ്ക്കും വേണ്ടി അദ്ദേഹം പ്രവർത്തിച്ചിട്ടുണ്ട്. എല്ലാ അർത്ഥത്തിലും ഇന്ത്യ രാജ്യത്തിന്റെ വളർച്ചയിൽ അദ്ദേഹത്തിനുണ്ടായിരുന്ന സ്ഥാനം വളരെ 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 മുമ്പിലാണ്. പ്രഗത്ഭനായ ഒരു സാമ്പത്തിക വിദഗ്ധൻ ഇന്ത്യയുടെ ഭരണസാരഥ്യത്തിലേക്ക് വരുന്ന സമയത്ത് അത് തീർച്ചയായിട്ടും അത് എന്തുമാത്രം അനുയോജ്യമായ ഒരു തീരുമാനമായിരുന്നു എന്ന് കാണാൻ നമുക്ക് സാധിച്ചു. യാതൊരുവിധ പ്രകടനാത്മകതയുമില്ലാതെ ശാന്തനായി എല്ലാ കാര്യങ്ങളെയും കൃത്യമായി പഠിച്ചു മനസ്സിലാക്കി, അങ്ങ് സൂചിപ്പിച്ചതുപോലെ തന്നെ 91 ഇന്ത്യ ആരംഭിച്ച പുതിയ സാമ്പത്തിക നയത്തിൽ അദ്ദേഹം വെച്ച് പുലർത്തിയ ചില സമീപന രീതികളുണ്ട്. അതായത് ഇന്ത്യയെ പോലുള്ള രാജ്യത്ത് പൊതുമേഖലാ സ്ഥാപനങ്ങളെ നശിപ്പിക്കാതെ അതിനെ വളർത്തിക്കൊണ്ട് തന്നെ ഉദാഹരണവൽക്കരണത്തിന് വഴിയൊരുക്കുക, പ്രൈവറ്റൈസേഷന് വഴിയൊരുക്കുക എന്നതുകൂടിയായിരുന്നു ആ കാഴ്ചപ്പാട്. ആ കാഴ്ചപ്പാട് എന്തുമാത്രം നല്ലതായിരുന്നു
പിന്നെ ഇപ്പൊ മനസ്സിലാവുകയാണ് കൂടുതൽ. കാര്യം എന്ന് വെച്ചാൽ ഉള്ള പൊതുമേഖലയെ മുഴുവൻ നശിപ്പിച്ച് രാജ്യത്തെ തന്നെ പൊതുമേഖലയെ ഇല്ലാതാക്കി സ്വകാര്യ മേഖലയ്ക്ക് രാജ്യത്തെ തീരെഴുതി കൊടുക്കുന്ന സ്വഭാവത്തിലേക്ക് പോകുമ്പോൾ എന്തുമാത്രം ഉജ്ജ്വലനായ ഒരു പ്രധാനമന്ത്രിയായിരുന്നു അന്നുണ്ടായിരുന്നതെന്ന് കാണാൻ നമുക്ക് കഴിയും.